ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ മസ്റ്റായിട്ട് ഈ ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ലഡു ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നല്ല ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് അവളക്കും നല്ല വറുത്ത അവിലാണ് കിട്ടിയത്, എന്നാലും അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് അവിൽ തന്നെ എടുക്കണം, വൈറ്റ് അവിൽ ഒരിക്കലും എടുക്കരുത്. അത് അത്ര ഹെൽത്തി അല്ല. റെഡ് അവിൽ എടുക്കുക. വറുത്ത അവിലാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ അവിലൊന്ന് പൊടിഞ്ഞ് പോകില്ല, അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. തന്നതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുക. തന്നെ കുറച്ചധികം അവിലെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ എനിക്ക് അവിൽ കുളച്ചും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിലൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴൊക്കെ നമ്മൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ട് വെച്ചിട്ട് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിൽ കച്ചറയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഞാനിതുപോലെ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനിയിലേക്ക് ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങയും ശർക്കരപ്പാനിയും കൂടി എന്താ പറയുക, നമ്മളെ നാട്ടിൽ കണ്ണൂർക്കാരെ പണ്ടെന്നറിയാം, നല്ലോണം ഒന്ന് വിളയിച്ചെടുക്കുക, പണ്ടാക്കി എടുക്കുക. അധികം ടൈറ്റാണ്ട് കേട്ടോ. നമ്മൾ ഇലയടക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ ടൈറ്റാക്കി എടുക്കണ്ട, കുറച്ച് ലൂസിൽ തന്നെ ഒന്ന് വിളയിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അത് കുറച്ച് തണയുമ്പോഴൊക്കെ ഇതുപോലെ ടൈറ്റ് ആകുമ്പോൾ അധികം തണയാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ലഡുവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് അവിലും അതുപോലെ തന്നെ ഈ പണ്ടമൊക്കെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് അവിൽ വിളയിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനത് ആ പൊടിച്ച് വെച്ച അവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ടീസ്പൂണ് എന്താ പറയുക ഗീയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്താ പറയുക ഇളക്കിയിട്ട് എല്ലാവരും എത്തുന്ന വിധത്തിൽ അവിലേക്ക് പണ്ടോ ഗീയൊക്കെ എല്ലാവരും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം ഒന്ന് ഇതുപോലെ ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിൽ വിളയിച്ചതും അവിൽ മിൽക്കെല്ലാം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ ലഡു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഈ ലഡു നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവിലെടുക്കുമ്പോൾ റെഡ് അവിൽ എടുക്കാവും, അതുപോലെ തന്നെ പാക്കറ്റ് അവിൽ എടുക്കാവും. നമ്മൾ ലൂസ് തൂക്ക് വാങ്ങുകയാണെങ്കിൽ എന്താ പറയുക, അവർ അത് ആ ചാക്കിൽ, കടയിലൊരു ചാക്കിലാണല്ലോ അവിലിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ പൊളിച്ച് വെച്ചിട്ട് അതിൽ വല്ല പാറ്റിയും പൊടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും വാങ്ങരുത്. പാക്കറ്റ് അവിൽ വാങ്ങിയിട്ട് തന്നെ, നല്ല റെഡ് അവിൽ വാങ്ങിയിട്ട് തന്നെ ഈ ലഡു ഉണ്ടാക്കുക. ലഡു അല്ല, അവിൽ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല പാക്കറ്റ് അവിൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക, റെഡ് അവിൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.